വളരെയധികം സന്തോഷമുണ്ട്. ഈ ദുക്രാന തിരുനാൾ ദിനത്തിൽ ഈ സഭാ ആസ്ഥാനത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ ജീവിതത്തിലെല്ലാം സഭയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. അഭിവന്ദ്യ തട്ടിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി ഒരു കാര്യം സൂചിപ്പിച്ചു. കേരളം വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ, അതിനെ വിദ്യാഭ്യാസത്തെ സാർവത്രികവും ജനകീയവുമാക്കി മാറ്റുന്നതിൽ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ക്രൈസ്തവ സഭയുടെ പങ്കും വളരെ വലുതാണ്. അതാർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ കേരളത്തിന് പുറത്ത് പഠിക്കാനൊക്കെ അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. വടക്കേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകൾക്കൊക്കെ ഇങ്ങനെ സെൻറ്റ് ജോസഫ് സ്കൂള്, സെൻറ്റ് തോമസ് സ്കൂള് എന്ന പേരൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏതെങ്കിലും അച്ഛന്മാരോ കന്യാസ്ത്രീകളോ ഒക്കെ നടത്തുന്ന സ്ഥാപനമാണെന്നൊക്കെ വിചാരിച്ച് ചെല്ലുമ്പോൾ സഭയുമായിട്ടോ ക്രൈസ്തവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ആളുകൾ ചിലരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളായിരിക്കും. പക്ഷെ എന്നാലും ഒരു പേര് സെൻറ്റ് ജോസഫ്, സെൻറ്റ് തോമസ്, സെൻറ്റ് ജോർജ് എന്നൊക്കെയാണ് ഇടുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ പേരുകൾക്ക് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും വിദ്യാഭ്യാസ മേഖലയിൽ ലഭിച്ച ഒരു ക്രെഡിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അത് ക്രൈസ്തവ സഭ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറെ ദൂരം ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകുവാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ കണ്ണോടിക്കുമ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ വളരെ പ്രയോറിറ്റിയിലാണ് ഈ ഗവൺമെൻറ് കാണുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മേഖലയിൽ നടത്താൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പരിഷ്കാരങ്ങളിലെല്ലാം സഭയുടെയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള സഹകരണവും പിന്തുണയും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. സർക്കാരിൻ്റെ സഹകരണം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം സഭയുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും വളരെയധികം ആവശ്യമായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലെല്ലാം നമ്മുടെ എല്ലാ കൃത്യമായ ഇടപെടലുകളും ഉണ്ടാകും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ദുക്രാന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.